നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് കേട്ടോ. ഇത് സാധാരണ ചെയ്യുന്ന പോലെ സിംനാസ് ഫുഡ് വേൾഡിൻ്റെ സ്പെഷ്യൽ ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ കറക്റ്റ് ഒരു ഗ്ലാസോളം വരുന്ന മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലാസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് 250 ml ഗ്ലാസ്സാണ് ഇത്. അപ്പോൾ അതുപോലുള്ളൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസോളം വരുന്ന മൈദ. അല്ല നിങ്ങൾക്ക് ഗ്ലാസ്സിൽ എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അളവ് കപ്പ് ഉണ്ടല്ലോ, അളവ് കപ്പ് എടുത്തോളൂ. 250 ml കപ്പിൽ ഒരു കപ്പോളം വരുന്ന മൈദ എടുത്താൽ മതി. അപ്പോൾ ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നിറയെ വരുന്ന മൈദ നമുക്കൊരു അരിപ്പയിൽ കൂടി ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് സോഡ, അതേപോലെ ഒരു 3/4 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് ഒരു നുള്ളു ഉപ്പ്, നമ്മുടെ കേക്കിന്റെ മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ, ഒരു നുള്ളു മതി. അതേപോലെ നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് ഒരു 3 ടീസ്പൂണോളം വരുന്ന കൊക്കോ പൗഡറും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 1 ടീസ്പൂൺ, അതേപോലെ ഇത് 2ാമത്തെ ടീസ്പൂൺ കൊക്കോ പൗഡർ, ഇതുപോലെ 3 ടീസ്പൂണോളം വരുന്ന കൊക്കോ പൗഡർ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം വരുന്ന കോഫി പൗഡർ ആണ് കേട്ടോ. അപ്പോൾ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ അളവ് എന്ന് പറയുന്നത് കൂടി പോകണ്ട. പക്ഷേ ഈ ഒരു അളവിലൊക്കെ നമ്മൾ കോഫി പൗഡർ ഈ ഒരു ചോക്ലേറ്റ് കേക്കിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് കേക്കിന് നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, അതുപോലെ നല്ലൊരു കളറും ഉണ്ടാകും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ നമുക്ക് ചെറിയൊരു പാക്കറ്റിലൊക്കെ കോഫി പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അത് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം വരുന്നത് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 തവണയൊക്കെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പൊടികളെല്ലാം കൂടി എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സ് ആവുകയും ചെയ്യും. നമ്മുടെ കേക്ക് നന്നായിട്ട് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരു 3 തവണ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. കറക്റ്റ് ഒരു 3 തവണ നമ്മൾ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു പൊടികളൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതുപോലുള്ളൊരു പാത്രത്തിൽ നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ കോഴിമുട്ട എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എപ്പോഴും അത് റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ ഇതിലോട്ട് കേക്കിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കറക്റ്റ് 2 കോഴിമുട്ട ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതുപോലുള്ളൊരു ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് തന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, മിക്സിയിൽ നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുത്താൽ മതി. പക്ഷെ നമ്മൾ ബീറ്റർ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു കേക്കിന് ഒട്ടും മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെ ഈ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ 2 മുട്ടയും ഞാൻ നന്നായിട്ട് ഇതുപോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മുട്ടയുടെ ആ ഒരു യെലോയിഷ് കളറൊക്കെ മാറി കറക്റ്റ് ഈ ഒരു വൈറ്റ് കളറിലായിട്ട് വരണം. എങ്കിലും നമ്മുടെ ആ ഒരു കേക്കിന് ഒട്ടും മുട്ടയുടെ സ്മെൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭേദം ഉണ്ടാവുക. നമുക്ക് ഒരിക്കലും മിക്സി വെച്ചിട്ട് ഇത്രയും ഒരു മുട്ടയും പതപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ തന്നെയായിരിക്കും ഭേദം ഉണ്ടാവുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മൈദ അളന്നെടുത്തിട്ടുള്ള അതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഏകദേശം ഒരു 3/4 ഗ്ലാസോളം വരുന്ന പൊടിച്ച പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 3/4 ഗ്ലാസ് മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂണോളം വരുന്ന വാനില എസൻസും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആ ഒരു മുട്ടയുടെ മണം ഒട്ടും അങ്ങോട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ നിറയെ വാനില എസൻസും കൂടി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ആ ഒരു പഞ്ചസാരയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വാനില എസൻസ് ഒക്കെ നന്നായിട്ട് ആ ഒരു മുട്ടയിൽ മിക്സ് ആകുന്ന വരെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏകദേശം ഒരു 1/2 ഗ്ലാസോളം വരുന്ന വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 1/2 ഗ്ലാസോളം വരുന്ന ഓയിൽ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ ഇത്ര സമയം ചെയ്ത പോലെ ഒരുപാട് നേരോട്ട് അങ്ങോട്ട് ഓയിൽ ചേർത്തതിന് ശേഷം ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ആ ഒരു ഓയിൽ ഒന്ന് മുട്ടയിൽ മിക്സ് ആവുന്ന രീതിയിൽ ഒരു 1-2 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് സമയം ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്ക് അങ്ങോട്ട് ഹാർഡായി പോകും. അതുകൊണ്ടാണ് ഒരു 1-2 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതിയേ. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊടി നമുക്ക് കുറച്ചായിട്ട് ഈ ഒരു മിക്സിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കണ്ട, കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട്
അതെ ഇതുപോലുള്ളൊരു സ്പാച്ചുലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ബലം കൊടുത്തിട്ട് നമ്മൾ ഒരിക്കലും കേക്കിൻ്റെ മിക്സ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കേക്ക് അങ്ങോട്ട് ഹാർഡായി പോകും. പതുക്കെ ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഇതിന് പറയുക അതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കുക. എന്നിട്ട് സെൻറ്ററിലേക്ക് കൂടി ഒരു വര കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു പൊടികളെല്ലാം കൂടി പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആയിക്കോളും. നമ്മൾ ബീറ്റർ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കണ്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ആ ഒരു മുട്ട പതപ്പിച്ചെടുത്തതിൻ്റെയാണത്. ആ ഒരു കേക്കിലും നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാവ് ഒരുപാട് അങ്ങോട്ട് ടൈറ്റ് ആയതുകൊണ്ട് ഏകദേശം ഒരു 1/4 ഗ്ലാസോളം വരുന്ന ഇളം ചൂട്ടുള്ള പാലും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കണ്ട. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഇതുപോലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കറക്റ്റ് പരുവം കേട്ടോ. പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഓവർ മിക്സ് ചെയ്യേണ്ട. നമ്മുടെ കേക്ക് ആയിക്കഴിഞ്ഞാൽ ഹാർഡായി പോകും. അതേപോലെ മുകൾ ഭാഗം പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. ഒരുപാട് ഓവർ മിക്സ് ചെയ്യരുത്. അപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ബട്ടർ പേപ്പർ ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല കാരണം അത്രയും നൈസായിട്ടുള്ള ബട്ടർ പേപ്പറാണ് കേട്ടോ. എന്തായാലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലുള്ളൊരു ഈർക്കിളിയോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉൾഭാഗമൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലുള്ളൊരു ഇഡ്ലി ചെമ്പിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ലി ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലുള്ളൊരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഈ ഒരു റിങ്ങിൻ്റെ മുകളിലാണ് നമ്മുടെ കേക്ക് ടിന് നമ്മൾ പതുക്കെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. സെൻറ്ററിലായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഈ ഒരു കേക്ക് ടിന് എന്തെങ്കിലും ഇതുപോലുള്ളൊരു പാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ അടപ്പോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത് കാരണം ഇതിലോട്ട് വെള്ളം വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ അടപ്പോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബേക്കായിട്ട് കിട്ടും. ഇനി ഈ ഒരു ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പിട്ടിട്ട് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 25 മിനിറ്റ് നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റ് സമയം കൊണ്ട് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കംപ്ലീറ്റ് ആയിട്ട് ചൂടൊന്ന് മാറിയതിന് ശേഷം ഇതുപോലുള്ളൊരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് വിട്ട് കിട്ടും. നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് നന്നായിട്ട് തണുത്ത പാത്രത്തിലോട്ട് ഏകദേശം ഒരു 1.5 കപ്പോളം വരുന്ന വിപ്പിംഗ് ക്രീം, അതായത് നന്നായിട്ട് തണുത്തിട്ടുള്ള അതേസമയം കട്ടകളൊന്നും ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ഞാനൊരു ബൗളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാത്രം അതേപോലെ ഈ ഒരു ബ്ലെൻഡറിന്റെ ബ്ലേഡും ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഈ ഒരു വിപ്പിംഗ് ക്രീം അങ്ങോട്ട് സ്റ്റിഫായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. സ്റ്റിഫായി തോന്നിക്കഴിഞ്ഞാൽ ഇതിലോട്ട് കറക്റ്റ് ഒരു 3 ടീസ്പൂണോളം വരുന്ന പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് പറയാനായിട്ട് വിട്ടുപോയി. നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച പഞ്ചസാര ഒരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഐസിങ് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കറക്റ്റ് 3 ടീസ്പൂണോളം വരുന്ന പഞ്ചസാര നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 3 ടീസ്പൂണോളം വരുന്ന കൊക്കോ പൗഡറും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം വരുന്ന വാനില എസൻസും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഫ്രിഡ്ജിന്റെ നോർമൽ റാക്കിൽ വെക്കണ്ട, ഫ്രീസറിൽ വെച്ചിട്ട് തന്നെ ഒരു അരമണിക്കൂറെങ്കിലും തണുപ്പിച്ചിട്ട് എടുക്കണം. എങ്കിലും നമ്മുടെ ക്രീം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ഏത് കേക്കിന്റെ റെസിപ്പിയിൽ ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് വെള്ളവും പഞ്ചസാരയും ചേർത്താണ്. എന്നാൽ ഈ ഒരു കേക്കിന് ഞാൻ ചെയ്തെടുക്കുന്നത് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസോളം വരുന്ന വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീമിന്റെ തണുപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് ചൂടാവുന്ന സമയത്ത്
ഇതിലോട്ട് ഒരു 1/4 കപ്പോളം വരുന്ന ചോക്കോ ചിപ്സ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോക്കോ ചിപ്സിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉണ്ടാവില്ല, അതാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്കോ ചിപ്സ് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ചോക്കോ ചിപ്സ് ഒക്കെ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് അതിലോട്ട് അങ്ങോട്ട് അലിഞ്ഞോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കറക്റ്റ് ആ ഒരു ചോക്ലേറ്റിന്റെ ഫ്ലേവർ നന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോക്കോ ചിപ്സ് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ ഒരു 3 ടീസ്പൂണോളം വരുന്ന പഞ്ചസാരയും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം വരുന്ന കോഫി പൗഡറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. അവസാനമായിട്ട് ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വിപ്പിംഗ് ക്രീമിന്റെ ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസോളം വെള്ളം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ചോക്കോ ചിപ്സും നമ്മുടെ പഞ്ചസാരയും ആ ഒരു കോഫി പൗഡറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് അങ്ങോട്ട് അലിഞ്ഞോട്ട് കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ചോക്കോ ചിപ്സ് ഒക്കെ അത്യാവശ്യം ഒന്ന് അലിഞ്ഞ് കറക്റ്റ് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ചോക്കോ ചിപ്സ് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിന്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് ആ ഒരു കേക്കിന്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാനിൽ തന്നെ ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷും കൂടി അങ്ങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം നിറയെ കൊക്കോ പൗഡർ ഞാൻ ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ ഒരു ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം വരുന്ന കോൺഫ്ലോറും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം വരുന്ന വാനില എസൻസും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു 1/2 കപ്പ് സാധാരണ പശുവിൻ പാലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് സ്റ്റൗ എന്ന് പറയുന്നത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത്യാവശ്യം കുറുകി ഇതേ കറക്റ്റ് ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം വരുന്ന അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഗനാഷിന് നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ബട്ടർ ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ടൊക്കെ നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇനി ഈ ഒരു കേക്ക് ഞാൻ 3 ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ കട്ട് ചെയ്യാം. ഒന്നെങ്കിൽ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നൂല് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്യാം കേട്ടോ. നൂല് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കറക്റ്റ് രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി തണുത്ത വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് നമ്മൾ ഈ ഒരു ബോർഡിലാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കേക്കിൻ്റെ ആ ഒരു ബോർഡിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ആദ്യത്തെ ലെയർ കേക്ക് നമുക്ക് പതുക്കെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഷുഗർ സിറപ്പ് ഒരു ബോട്ടിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കേക്കിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് കേക്കിലോട്ട് ഈ ഒരു ഷുഗർ സിറപ്പ് ഒന്നാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കേക്ക് കഴിക്കുമ്പോൾ നന്നായിട്ട് ആ ഒരു ഷുഗർ സിറപ്പിൽ അങ്ങനെ കുതിർന്നിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പാലറ്റ് നൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയർ കേക്കും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഷുഗർ സിറപ്പ് ഈ ഒരു ലെയർ കേക്കിലും കൂടി ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്രീം അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. ക്രീമി നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് ഈ ഒരു കേക്ക് 10 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് അത്യാവശ്യം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷി ഇതുപോലുള്ളൊരു കവറിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ നോർമൽ പ്ലാസ്റ്റിക് കവർ തന്നെയാണ്. എന്നിട്ട് ആ ഒരു കവറിൻ്റെ അടുത്ത് കത്രിക വെച്ചിട്ട് ചെറുതായിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹോൾസ് ഇട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് വലിപ്പമുള്ളത് ആയിപ്പോകരുത്, ചെറുതായിട്ട് ഒരു ഹോൾസ് ഇട്ടോ. എന്നിട്ട് ഈ ഒരു കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ അങ്ങോട്ട് ഡ്രിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ നോസിലൊക്കെ ഉള്ള പൈപ്പിംഗ് ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയ നോസിലില്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അതിൻ്റെ അറ്റത്തൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി ഈ ഒരു നോസിൽ ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ മുകളിൽ ഞാനൊരു കുഞ്ഞു ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ രീതിക്ക് അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെറുതായിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഒരു കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ചെറിയും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു റെഡ് കളർ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെക്കറേഷൻ്റെ ചെയ്യുന്ന കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് അങ്ങോട്ട് ലോങ് ആവും. ഇപ്പം തന്നെ അധികമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതിന് മുന്നേ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കേക്ക് കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടൊന്നും കൂടി നോക്കാം. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ ചെറിയ പതുക്കി അങ്ങോട്ട് മാറ്റി കൊടുത്ത് ഇതേ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ പതുക്കി ഇതുപോലെ അങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് നന്നായിട്ട് സോക്കായിട്ട് കിടക്കുന്ന കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇതേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് സിറപ്പ്, ചോക്ലേറ്റ് ഗണാഷ്, ചോക്ലേറ്റിൻ്റെ ക്രീം, ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത്രയും നല്ല കേക്ക് കൊണ്ടുവന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. അതുപോലെ ചാനലിൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നാളെ ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.